ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നെയ്യ്. അതായത് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ അടങ്ങിയ നെയ്യല്ല ഞാൻ പറയുന്നത്, ശുദ്ധമായ പശു നെയ്യ്. അതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. കാർഡിയോവാസ്കുലർ ഡിസീസ്, അതുപോലെ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവരൊക്കെ മെയിനായിട്ട് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ട്. ഓയിലിൽ തന്നെ നെയ്യ് അവരൊട്ടും ഉപയോഗിക്കാറില്ല. കാരണം ഇടകാലങ്ങളിൽ ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും ഒക്കെ തന്നെ നെയ്യ് വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡി പ്രകാരം നെയ്യ് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ആദ്യമേ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനാദ്യമേ കൊടുക്കുന്ന ഫുഡ് നെയ്യായിരിക്കും അല്ലേ. അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നെയ്യ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ ലെയറായിട്ട് ഫോം ചെയ്യും. ഇത് ബാക്കിയുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ടാണ് ആദ്യമായിട്ട് കുട്ടിക്ക് നെയ്യ് കൊടുക്കുന്നത്. ചോറിലൊക്കെ പണ്ടുള്ള അമ്മമാരൊക്കെ നെയ്യ് മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് വരെ കൊടുക്കുകയാണെങ്കിൽ അത് എത്രത്തോളം സേഫ് ആണെന്ന് നമ്മൾ ആലോചിക്കണം. ഇനി നെയ്യുടെ ന്യൂട്രീഷണൽ കണ്ടന്റ് നമുക്ക് നോക്കാം. ഞങ്ങൾ പണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഫുഡിൻ്റെയും ന്യൂട്രീഷണൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അതായത് മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ കാലറി, പ്രോട്ടീൻ, ഫാറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ആണ്. ഫാറ്റിൻ്റെ കാൽക്കുലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ് കുറവളവിൽ ഒരു ഡയറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഒരിക്കലും കണക്കാക്കുന്നുമില്ല. നെയ്യിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ADEK, ഈ വൈറ്റമിൻസ് ആണ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻസ് ഒക്കെ ധാരാളമായിട്ട് നെയ്യിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളും ആണ്. വൈറ്റമിൻ D നന്നായിട്ടുണ്ട്. നമ്മൾ ഫാറ്റിലാണ് മെയിനായിട്ട് ഈ വൈറ്റമിൻ D ഉള്ളത്. സൺലൈറ്റിൽ നിന്ന് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് വഴിയാണ് വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പെടുന്നത് തന്നെയാണ് നെയ്യും. ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ട് നെയ്യിൽ. മെയിനായിട്ടുള്ള ഫാറ്റി ആസിഡ്, ലിനോലെയിക് ആസിഡ് ഇതിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ളവർ, അതായത് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നെയ്യ് റെസ്ട്രിക്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ അവർക്കും മിതമായ അളവിൽ നെയ്യ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ടും നെയ്യ് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ മിതമായ അളവിൽ മാത്രം യൂസ് ചെയ്യണമെന്ന് മാത്രം. ഡയബറ്റീസ് ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നെയ്യ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മിതമായ അളവിൽ മാത്രം നെയ്യ് യൂസ് ചെയ്യുക. സ്ത്രീകളിലാണ് മെയിനായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഹോർമോൺസിൻ്റെ ഇംബാലൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും നെയ്യ് ഹെൽപ്ഫുള്ളാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഡെയിലി നെയ്യ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന്, ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ നെയ്യ് വളരെ നല്ലതാണ്. നെയ്യ് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസൊക്കെ നല്ല തിളങ്ങി എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നവർക്ക് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് സഹായകരമാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവാണ് കേട്ടോ നെയ്യ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ 1 ടീസ്പൂൺ നെയ്യ് മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ശോധനയ്ക്ക്, അതായത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആവാനും നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന്, അസിഡിറ്റി, ബ്ലോട്ടിങ് ഇതൊക്കെ മാറുവാനും നെയ്യ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് നെയ്യ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മശക്തി കൂട്ടുവാനായിട്ട് നെയ്യ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നെയ്യ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മിതമായ അളവിൽ യൂസ് ചെയ്യുക. എത്ര ഗ്രാം വരെ നെയ്യ് യൂസ് ചെയ്യാം? 15 ഗ്രാം വരെ നെയ്യ് യൂസ് ചെയ്യാം. അതായത് 3 ടീസ്പൂൺ വരെ നെയ്യ് ഒരു ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. എണ്ണയായാലും നെയ്യാണെങ്കിലും ഒക്കെ ചപ്പാത്തിയൊക്കെ ചൂടുന്ന ആ സമയത്ത് കുറച്ച് കോരി ഒഴിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ചപ്പാത്തി എണ്ണയില്ലാതെ ചുട്ടതിന് ശേഷം അത് പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നെയ്യ് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് പോകും. ദോശ ചുട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം, കിച്ചടിയിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ഏത് ഭക്ഷണ സാധനത്തിലും നെയ്യ് ആഡ് ചെയ്യാവുന്നതാണ്. ഈവൻ കഞ്ഞി വെക്കുമ്പോൾ കഞ്ഞിയിൽ കൂടെ നെയ്യ് ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
ഇപ്പോൾ ഏകദേശം നെയ്യെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നെയ്യ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ശുദ്ധമായ നെയ്യ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശുദ്ധമായ നെയ്ക്കൊക്കെ ഒരുപാട് പൈസ ആകും മാഡം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു ടൈമിൽ പുറത്ത് പോയി ഒരു ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ എത്ര എമൗണ്ട് ആവുന്നു? ആ ഒരു എമൗണ്ട് മതിയാവും ഒരു മാസം നമുക്കൊരു ലിറ്റർ നെയ്യൊക്കെ വാങ്ങി വെക്കാനായിട്ട്. അപ്പോൾ ശുദ്ധമായ നെയ്യ് യൂസ് ചെയ്യുന്നതിലൂടെ ഇത്രയധികം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ അത് വാങ്ങി വെക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നെയ്യ് വാങ്ങുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ നെയ്യ് വാങ്ങാതിരിക്കുക. കാരണം അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. ഗ്ലാസ് ജാറിൽ കിട്ടുന്ന നെയ്യ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചില വീടുകളിലൊക്കെ നെയ്യ് ഉണ്ടാക്കുമല്ലോ, അധികം പ്രോസസ്ഡ് ഒന്നും അല്ലാത്ത ടൈപ്പ്, അങ്ങനത്തെ ടൈപ്പ് നെയ്യാണെങ്കിലും നല്ല പശുവിൻ്റെ പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിലും വളരെ നല്ലതാണ്. ശരിക്കും പറയുന്നത് നമ്മൾ പുല്ല് തിന്ന് ഇങ്ങനെ അഴിച്ചിട്ട് നടക്കുന്ന ആ പശുവില്ലേ, അങ്ങനെയുള്ള പശുവിൻ്റെ പാല് വെച്ചിട്ട് നെയ്യൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നാണ്. നമ്മൾ ഫാമിലൊക്കെ ഒരുപാട് കെട്ടിയിട്ട പശുവിൻ്റെയൊക്കെ ആകുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആ പശുക്കൾക്ക് ഉണ്ടാകുമ്പോൾ അത് പാലിനും എഫക്റ്റ് ചെയ്യും. അത് വെച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിനും അത് എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള പാലിൽ നിന്ന് നെയ്യ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും നല്ലത് വീട്ടിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ വിടുമല്ലോ പശുവിനെ പുല്ലൊക്കെ തീറ്റി, അങ്ങനെ വിടുന്ന പശുക്കളുടെ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെയ്ക്കാണ് കൂടുതൽ പോഷകങ്ങൾ ഉണ്ടാവുക. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശുദ്ധമായ നെയ്യ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാങ്ങുക, അത്രയേ ഉള്ളൂ. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഉറക്കം കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഉറക്കം കിട്ടാത്തവർക്കും നെയ്യ് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചൂടോടെ പാലെടുക്കുക, ലോ ഫാറ്റ് മിൽക്ക് ആയിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് മിക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ്, അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, അതിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുന്നത് ഉറക്കക്കുറവ് മാറാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudeer@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.